महवी ख्याली यार हो जाना दुम दवाम दहर दाइम الحضور والشهود دمت في جنات وصل حالة الأبدال دعال لا إله إلا الله. മഹലിന്റെ സെക്രട്ടറി ബക്കർ സാഹിബ് അവരുടെ ഈ സദസ്സ് സമുദ്ഘാടന നിർവഹിച്ച ആദരണീയനായ മഹല്ല് ഖത്തീബ് ബഹുനിരാകുന്ന സുനീർ ഫൈസി ഉസ്താദ് അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമുന്നതരായ ഉലമാക്കളെ ഉമറാക്കളെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം വളരെ പവിത്രമായ ഇൽമിന്റെ മജ്ലിസിൽ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും ഒരുമിക്കുവാൻ അവസരം നൽകി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമാകുന്ന സർവ്വവിധ പാപങ്ങളും നാഥനായ റബ്ബ് വിട്ടുപുറത്ത് അഫ്വ് ചെയ്യുമാറാവട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉറ്റവർ, ഉടയവർ, വർഷങ്ങളായി നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന വന്യരാകുന്ന പാതിയാരുപ്പടക്കമുള്ള നമ്മുടെ സമുന്നതരാകുന്ന ഉസ്താദുമാർ, ഉമറാക്കൾ, രോഗശയ്യയിൽ കിടക്കുന്ന കുടുംബാദികൾ, ഏവർക്കും അല്ലാഹു പരിപൂർണമായ ആഫിയത്തും സിഹത്തും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉറ്റവരുടയവർ, ഉമ്മുൽ മസാജിദ് എന്നറിയപ്പെടുന്നതാകുന്ന നമ്മുടെ ഈ പള്ളിയുടെ ചാരത്തന്തി വിശ്രമം ചെയ്യുന്ന ധാരാളം കുടുംബാദികളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. എല്ലാവരുടെയും ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സദസ്സിലിരിക്കുന്നവരൊന്നും മുന്നോട്ടിരുന്നോളി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ ബാക്കിൽ ഈ സൈഡിൽ മുന്നോട്ടിരുന്നോളി, ഫ്രണ്ടിലോട്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഇൽമിന്റെ മജ്ലിസിലൊക്കെ നമ്മൾ എപ്പോഴും ഫ്രണ്ട് സഫ് പിടിക്കാൻ ശ്രമിക്കണം. അത് സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്നു അതേപോലെ നാളെ അല്ലാഹു സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സ്വർഗാവകാശികളിൽ ചേർത്ത് കബൂലാക്കുമാറാവട്ടെ. ആ വെളിയിൽ നിൽക്കുന്ന ആളുകൾ, പുരുഷന്മാര്, റോഡിന്റെ എവിടെയെങ്കിലും സൈഡിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ വന്നിരുന്നോളി. ഒഴിവുള്ള കസേരകളിലേക്ക് ഇടം പിടിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചതായി ഹദീസുണ്ട്. ശഅബാനിൽ ധാരാളമായി നോമ്പനുഷ്ഠിച്ചതായി ഹദീസുകളിലുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഅബാന കുല്ല. ശഅബാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സ്വഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസം എത്തിയാൽ നോമ്പ് ഇങ്ങനെ നോക്കുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ കരുതും ലാ യുഫ്തിറു, നബി തങ്ങൾ ഇനി നോമ്പ് മുറിക്കില്ല. ആ നിലയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് ഇങ്ങനെ പിടിച്ചു പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നോമ്പ് മുറിക്കും, പിന്നെയും നോമ്പ് പിടിക്കും.
ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന ശൈലിയാണ്. ശഅബാൻ മാസം എന്തോ പ്രത്യേകമായി നബിതങ്ങൾ നോമ്പ് കൂടുതലായി എടുക്കുന്നതായി ഞങ്ങൾ കാണാറുണ്ട്. സ്വഹാബത്ത് പറയും. ശരിക്കും ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാടൊന്നും നീട്ടിക്കൊണ്ടുപോകില്ല. കുറച്ചു നേരം നമുക്ക് ദീനിയായ കാര്യങ്ങൾ സംസാരിച്ച് ദുആ ചെയ്യാം. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. നേരത്തെ ഇന്നലെ എത്തി. ഇന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു. രാവിലെ 10 മണിക്ക് തിരിച്ചു. വൈകിട്ട് 7:30ക്കാണ് ഇവിടെ എത്തിയത്. ഇതുവരെ യാത്രയാണ്. അതുകൊണ്ട് ഒരുപാട് നീട്ടൂല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും സിഹത്തും അള്ളാഹു കാമിലാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സഹാബിയ, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു ഫീ ശഅബാൻ. നബിയേ തങ്ങൾ പറയുകയാണ്, لتتبعن سنن من قبلكم شبرا بشبر وذراعا بذراع حتى لو سلكوا جحر ضب لسلكتموه. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ നിങ്ങൾ തീർച്ചയായും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഒരു വിഭാഗം ആളുകളോട് പരിപൂർണമായി താതാത്മ്യപ്പെടുന്നതാകുന്ന ഒരു കാലഘട്ടം കടന്നു വരുമേ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി, അഥവാ അവർ എന്ത് ചെയ്താലും മുൻഗാമികളാകുന്ന ആളുകളെ പരിപൂർണമായി പിൻപറ്റുന്നതാകുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുമേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യഹൂദികളെയും നസാറാക്കളെയും കാര്യമാണോ തങ്ങളെ പറയുന്നത് റസൂലേ? ജൂതന്മാരുടേതാകുന്ന ആഘോഷങ്ങളും നസറാനികളുടെ ആഘോഷപ്പൊലിമകളും ഈ സമുദായത്തിൻ്റെതാകുന്ന തരത്തിലുള്ള മുഴുവൻ ആളുകളും ഏറ്റെടുക്കുന്നത് കാണാതെ ലാ തഖൂമുസ് സാഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സ്വഹാബത്ത് അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുകയാണ്, അൽ യഹൂദ വൻ നസാറ, ജൂതന്മാരും നസ്രാനികളുടെയും ആകുന്ന ആഘോഷങ്ങളാണോ ഈ സമുദായം ഏറ്റെടുക്കുന്ന റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫമൻ, അവരെല്ലാവരും ആരാണ്? അവരെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജൂതന്മാരുടെയും നസ്രാനികളുടെയും ആഘോഷങ്ങൾ ഈ സമുദായം പരിപൂർണമായി മുട്ടിലെഴുന്ന് പിൻപറ്റാതെ ഒരിക്കലും ലോകം അവസാനിക്കില്ല. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക്, ഒരു ഉടുമ്പിന്റെ ചെറിയ മാളമാണ്, ഉടുമ്പ് താമസിക്കുന്ന ചെറിയ മാളത്തിനുള്ളിലേക്ക് മുൻഗാമികളാകുന്ന ജൂതനസറാക്കൾ അവരതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്റെ സമുദായം കണ്ടാൽ ഉടുമ്പിന്റെ മാളത്തിനുള്ളിൽ കേറൽ പ്രയാസമാണ്. എന്നാൽ പോലും അവരെ കടക്കുന്നത് കണ്ടാൽ എന്റെ സമുദായം അതിൽ കടക്കാൻ വേണ്ടി ശ്രമിക്കും. സാബ, നിങ്ങൾ അതിലേക്ക് കടക്കാൻ വേണ്ടി ഓടും സാബ. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞത് ഇന്ന് ഈ സമുദായത്തിലേക്ക് നേർക്ക് നേരെ കാണുകയല്ലയോ, വ്യക്തമായി ദൃഷ്ടാന്തമല്ലയോ? എത്രയോ ആഘോഷ പൊലിമകളാണ് മുസ്ലിം സമുദായത്തിലേക്ക് സഹോദരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളത്, ഈ സമുദായത്തിലെ സഹോദരിമാർ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഏതെല്ലാം ആചാരങ്ങൾ, ഏതെല്ലാം അനാചാരങ്ങൾ.